ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ വെച്ചൊരു രസമാണ്. പച്ചമാങ്ങയുടെ സീസണാണല്ലോ. നല്ല എളുപ്പമാണ് ഈ മാങ്ങാരസം ഉണ്ടാക്കുവാനും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ മാങ്ങാരസത്തിന്. ചോറിന് ഒരൊറ്റ കറി മതി. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മാങ്ങ രസം വെക്കുന്നതിന് ഞാനൊരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയും അല്പം മധുരമൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നെകക്കെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വെന്തെടുക്കാം. രസം ഉണ്ടാക്കുന്നതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ പരിപ്പെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവനോടെ, 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത മുളകും പരിപ്പും ഉഴുന്നും എല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തു. ഉഴുന്നും പരിപ്പും മുളകും എല്ലാം നല്ലപോലെ പൊടിച്ചിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ചതച്ചെടുത്തത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആ മാങ്ങായും ടൊമാറ്റോയും വെന്തോന്നും നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനൊന്നും അധികം വേവും വേണ്ടല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. രസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അങ്ങ് ഒത്തിരി മൂക്കണ്ട, ഈ പരുവം മതി. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന അവിടെ ഒന്നിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ മാങ്ങായും ടൊമാറ്റോയും കൂടെ വെന്ത് വെച്ചിരുന്നത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. കുറച്ചുകൂടി ഉപ്പ് വേണം, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. എരിവ് പോരാന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഈ സമയത്ത് വേണേൽ ചേർക്കാം. എനിക്കിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് രസം ഒന്ന് നോക്കാം. നമുക്ക് ഈ രസത്തിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ നല്ല രുചിയുള്ള മാങ്ങാ രസം റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം.